So dear students, welcome back to the class. Now it's okay, isn't it? നമ്മുടെ സമയം കുറെ പോയി. കുറച്ച് കഴിഞ്ഞ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഉള്ള സമയത്ത് നമുക്ക് എടുക്കാം. ഓക്കെ. So we were talking about the leaf, isn't it? Okay. A green leaf makes food for the plant with the help of air, water and sunlight. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? Green leaves makes food for the plant with the help of air, water and sunlight. പിന്നെ this is called photosynthesis. അപ്പോൾ ഈ പ്രക്രിയക്കാണ് എന്തെന്ന് വിളിക്കുന്നത്? photosynthesis എന്ന് വിളിക്കുന്നത്. Therefore, a leaf is called the food factory of the plant. അതുകൊണ്ട് ലീഫിനെ എന്തെന്ന് വിളിക്കുന്നത്? Food factory of a plant. അല്ലേ? Yes. This food helps the plant to grow. ഈ ഫുഡാണ് ലീവ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഫുഡാണ് പ്ലാന്റ്സിനെ വളരാനായിട്ട് സഹായിക്കുന്നത്. Some plants store food in their leaves. ചില പ്ലാന്റ്സ് ഫുഡ് അവരുടെ ലീവ്സിൽ സ്റ്റോർ ചെയ്യുന്നു. Mint, lettuce and cabbage store food in their leaves. അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലേ? Yes. Okay, now the flat and broad part of a leaf is called the lamina. അപ്പൊ ആ ലീഫിന്റെ പരന്ന ഭാഗം ഇല്ലേ, ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലാമിന. ഓക്കെ. Through the middle of the leaf runs a thin tube that divides into two parts. This tube is called the main vein. Okay. അപ്പൊ എന്താണ്? ഒരു ലീഫ് എടുത്ത് നമ്മൾ നോക്കിയാല് നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നേ? അതിന്റെ നടുക്ക് ഒരു ഇല എടുത്ത് നോക്കുമ്പോൾ അതിന് നടുക്കൂടി ഒരു മെയിൻ ഒരു വര ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? That is called the main tube. Okay. Middle of the runs a main vein. This tube is called the main vein. Main tube alla main vein. Okay. Through the middle of the leaf runs a thin tube that divides it into two parts. This tube is called the main vein. അപ്പോൾ ലീഫിന്റെ മിഡിൽ കൂടി നമ്മൾ കാണുന്ന ആ വെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ വെയിൻ. There are number of thinner tubes starting from the main vein. അപ്പൊ നമുക്ക് ഒരു ഇല എടുത്ത് നോക്കിയാല് നടുക്കൊരു വലിയ വരയും പിന്നെ കുറെ പല ഭാഗത്തേക്ക് രണ്ട് സൈഡിലേക്കും ചെറിയ ചെറിയ വരകൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ മിഡിൽ കൂടെ പോകുന്ന അതാണ് അതിന്റെ എന്ത്? മെയിൻ വെയിൻ. There are a number of thinner tubes starting from the main vein. പിന്നെയോ these tubes are called side veins. ഓക്കെ. അപ്പോ ആ ഇലയുടെ മറ്റു വശങ്ങളിൽ കൂടെ നമ്മൾ ചെറുതായിട്ട് കാണുന്ന ആ വരകളില്ലേ, അതാണ് എന്ത്? സൈഡ് വെയിൻസ് എന്നതിനെ അറിയപ്പെടുന്നു. Some leaves have veins arranged side by side. The veins carry water to the leaf. അപ്പോ ചില ഇലകള് എന്താണ്? Some leaves have veins arranged side by side. The veins carry water to the leaf. Okay. അപ്പോ ഈ ഇലകളിൽ കാണുന്ന ഈ വെയിൻസ് ഇതാണ് എന്ത് ചെയ്യുന്നത്? വാട്ടറിനെ ഇലകളിലേക്ക് എത്തിക്കുന്നത്. The surface of a leaf has tiny pores called stomata. അപ്പോ ആ ലീഫില് ടൈനി ഹോൾസ് ഉണ്ട്, ചെറിയ ചെറിയ ഹോൾസ് ആ ഇലയില്. അപ്പൊ അതിന് വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ. These pores can be seen only under a microscope. ഒരു മൈക്രോസ്കോപ്പ് വെച്ച് മാത്രമേ നമുക്ക് ഈ ടൈനി പോർസിനെ കാണാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് ഇത് കാണാൻ സാധിക്കത്തില്ല. Gases leave and enter the leaf through the stomata. അപ്പോ ഈ സ്റ്റൊമാറ്റ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസസ് ലീവ് ആൻഡ് എൻറ്റർ ത്രൂ ദ സ്റ്റൊമാറ്റ. അതുവഴിയാണ് അത് ഗ്യാസസ് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ഒക്കെ ചെയ്യുന്നത്. The stomata is used to throw extra water as well. Okay, അതിന് ആവശ്യമില്ലാത്ത വെള്ളം പുറത്ത് കളയുന്നതിനും ഈ സ്റ്റൊമാറ്റ അത് യൂസ് ചെയ്യുന്നു. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? The flat and broad part of a leaf is called the lamina. ലീഫിന്റെ ഫ്ലാറ്റ് ആൻഡ് ബോർഡ് പാർട്ടിനെ നമ്മൾ ലാമിന എന്നാണ് വിളിക്കുന്നത്. പിന്നെയോ through the middle of the leaf runs a thin tube that divides it into two parts. അപ്പോ ആ ലീഫിന്റെ മിഡിലിൽ കൂടെ നമുക്കൊരു വര കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് അതിന്റെ മെയിൻ വെയിൻ എന്ന് പറയുന്നത്. പിന്നെയോ ആ ലീഫിൽ കൂടി കുറെ
സൈഡ് വൈസിലേക്കും കുറെ വരകൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് അതിന്റെ സൈഡ് വെയിൻസ്. പിന്നെയോ ദീസ് വെയിൻസ് ക്യാരി ദ വാട്ടർ ടു ദ ലീഫ്. അല്ലെ, ഈ വെയിൻസിലൂടെയാണ് ആ ലീഫില് വാട്ടർ എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ ലീഫിൽ എന്തുണ്ട്, ടൈനി പോർസ് ഉണ്ട്. അതാണ് സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നത്. അതുവഴിയാണ് ഈ ലീഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ചെയ്യുകയും ഓക്സിജൻ ഔട്ട് വിടുകയും ചെയ്യുന്നത് ത്രൂ ദി സ്റ്റൊമാറ്റ ആണ്. അതുപോലെ തന്നെ ത്രൂ ദ സ്റ്റൊമാറ്റ ഇറ്റ് റിമൂവ്സ് ദ എക്സ്ട്രാ വാട്ടർ. ഓക്കെ, അതിലുള്ള എക്സ്ട്രാ വാട്ടറിനെ പുറന്തള്ളുന്നതിനും ഈ സ്റ്റൊമാറ്റ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. Look at there. Most of the flowers grow into fruits. For example, the flower on a mango tree grows into mangoes, and the flowers on a brinjal plant grow into brinjals. Most fruits have seeds inside them. അപ്പൊ എന്താ പറഞ്ഞത്, മോസ്റ്റ് ഓഫ് ദ ട്രീസ് ഹാവ് ഫ്ലവേഴ്സ് അല്ലെ. ഒട്ടുമിക്ക ട്രീയിലും എന്തുണ്ടാവുന്നുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. ആ ഫ്ലവേഴ്സ് ഉണ്ടായതിനു ശേഷമാണ് എന്തുണ്ടാവുന്നത്, അതിലെ കായ് ഉണ്ടാവുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ മാംഗോ ട്രീ, മാവാദ്യം പൂ ഉണ്ടാവും അല്ലെ, പൂത്ത് കഴിഞ്ഞിട്ടല്ലേ മാങ്ങ ഉണ്ടാവുന്നത്. ഓക്കെ, സോ സെയിം വേ വിത്ത് ബ്രിഞ്ചാൽ പ്ലാന്റ് അല്ലെ. ബ്രിഞ്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ആദ്യം പൂ ഉണ്ടാവുന്നു, അതിനുശേഷമാണ് അതിൽ കായ ഉണ്ടാവുന്നത്. മോസ്റ്റ് ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ് ഇൻസൈഡ് ദം. സം ഫ്രൂട്ട്സ് ഹാവ് ജസ്റ്റ് വൺ സീഡ്, സം ഫ്രൂട്ട്സ് ഹാവ് മോർ ദാൻ വൺ സീഡ്. അപ്പോ ഒട്ടുമിക്ക പഴങ്ങളിലും എന്തുണ്ട്, സീഡ്സ് ഉണ്ട് അല്ലെ. ചില ഫ്രൂട്ട്സിന് ഒരു സീഡേ ഉണ്ടാവുള്ളൂ അല്ലെ. മാംഗോയ്ക്ക് ഒരു പഴത്തിന് ഒരു എണ്ണല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചില ഫ്രൂട്ട്സിന് കുറെ സീഡ്സ് ഉണ്ടാവും. Can you name two fruits that have only one seed inside them? Okay, most new plants grow from seeds. ഒട്ടുമിക്ക തൈകൾ അല്ലെ, ചെടിയുടെ തൈകൾ അധികം ഉണ്ടാകുന്നതും വിത്തുകൾ മുളച്ചിട്ടാണ്. The fruit protects the seed. ഈ സീഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ, ഫ്രൂട്ട്സ് ആണ്. The seed protects a baby plant. അപ്പോ ഈ സീഡ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, സീഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഫ്രൂട്ട് ആണ് അല്ലെ. അപ്പൊ സീഡ് ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, സീഡിനകത്താണ് ആ ബേബി പ്ലാന്റ് ഉള്ളത് അല്ലെ. ആ സീഡ് നമ്മൾ കുഴിച്ചിട്ട് കഴിയുമ്പോഴാണ് പ്ലാന്റ് മുളച്ചു വരുന്നത്. അപ്പൊ സീഡ് പ്രൊട്ടക്ട്സ് ദ ബേബി പ്ലാന്റ്. When the seed gets enough air, water and sunlight, the baby plant inside it starts to grow. അപ്പൊ ഈ സീഡിന് എപ്പോഴാണോ ആവശ്യത്തിന് വാട്ടറും എയറും കിട്ടുന്നത്, അപ്പോഴാണ് ബേബി പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്. However, a few fruits like the banana do not have seeds that can grow into a new plant. അപ്പൊ ബനാനയുടെ കേസ് എടുക്കുമ്പോൾ ബനാനയ്ക്ക് സീഡ് ഉണ്ടോ, ഇല്ല. അതിന്റെ സീഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ പുതിയ വാഴ ഉണ്ടായി വരുമൊന്നുമില്ല അല്ലെ. ഓക്കെ, സോ അതാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. മോസ്റ്റ് ഓഫ് ദ ഫ്ലവേഴ്സ് ഗ്രോ ഇൻടു ഫ്രൂട്ട്സ്. ഒട്ടുമിക്ക ഫ്ലവേഴ്സിലും എന്തുണ്ടാവുന്നുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ടാവുന്നുണ്ട്. Then, for example, the flowers on a mango tree grow into mangoes. Mango treeയിലെ ഫ്ലവേഴ്സ് ആണ് മാംഗോയായി വരുന്നത്. Then, flowers on the brinjal plant grow into brinjals. ബ്രിഞ്ചാൽ ട്രീയിൽ ഉണ്ടാവുന്ന ഫ്ലവേഴ്സ് ആണ് എന്ത്, ബ്രിഞ്ചാൽ ആയിട്ട് വളരുന്നത്. ഓക്കെ, ഇനി ഓക്കെ, let me take your attendance, okay, otherwise we won't get time for it. Muhammad Shan, Toshin Titus. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണേ. അലൻ മാത്യു, ഏഞ്ചൽ റോസ്, ഇതാരാ, മുഹമ്മദ്, who is that? ഫവാസ്. ഫവാസ് നിന്റെ പേരടിച്ച് കയറുന്ന, ഒരുപാട് പിക്ചേഴ്സ് അടിച്ച് കയറുന്നുണ്ട്, നിന്റെ പേര് കാണാനില്ല. ഷഹ്മാബി, റിലു അബിദ്, ജൂലിയറ്റ്, സന മൻസൂർ, കൈസ്,
Jewel German. Okay. Adit. Benita. Edwin Thomas. Nihara. Selna. Joel. Okay. Okay. അപ്പോ എന്താ പറഞ്ഞത്? So flowers, fruits and seeds. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാ കണ്ടത്? Most of the trees grow flowers. ആ ഫ്ലവേഴ്സിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെയോ there are certain fruits, some of them it has only one seed, others may have many seeds അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് the fruit protects the seed and seed protects the baby plant അല്ലേ? Okay. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പൊ പഠിച്ചത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോ എന്താ ചെയ്യണ്ടേ? നന്നായിട്ട് ചാപ്റ്റർ വായിച്ചിട്ട് വരിക. എന്താ മോളെ സെലിനെ? പ്ലീസ് അൺമ്യൂട്ട്. ടീച്ചർ എന്റെ പേര് വിളിച്ചില്ല. വിളിച്ചായിരുന്നു. അസിയ വരുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോ. Okay. Toshin was there. Okay. So അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതണം. അതിന് മുമ്പ് നന്നായിട്ട് ലെസൺ വായിച്ചിട്ട് വരിക. ഓക്കെ? Okay. Have you got any doubt? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചാപ്റ്ററിൽ? നോ. ഓക്കെ. ഓക്കെ. So then we will wind up. Okay? Bye.